ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ കുറച്ച് ഓറഞ്ചൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ എന്ത് ഫ്രൂട്ട്സ് ഐറ്റംസ് കണ്ടാലും ഉടനെ സ്മൂത്തി അടിക്കണം, അങ്ങനെ ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഓറഞ്ച് സ്മൂത്തി അടിക്കാൻ പോവാണ് ഗൈസ്. അതിന് വേണ്ട കാര്യങ്ങൾ ഓറഞ്ച്, പിന്നെ ഒരു റോബസ്റ്റ പഴം, ഹണി നല്ലതാണ്, പിന്നെ നമ്മൾ തൈരിനകത്ത് ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചേർക്കാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഓറഞ്ച് എല്ലാം തൊലി കളഞ്ഞ് അതിൻ്റെ കുരു കളയണം, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴിക്കും കേട്ടോ. കുരു കളഞ്ഞാലും കഴിക്കും, കാരണം ഈ വെള്ള ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ പുറത്തുള്ള, അതും കുറച്ച് കളയുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓറഞ്ചെല്ലാം. ഇനി നമുക്ക് മിക്സി എടുത്തിട്ട് ആദ്യം തന്നെ നമ്മളുടെ ഓറഞ്ചെല്ലാം എടുത്ത് അതിനകത്തോട്ട് ഇടണം. ഓറഞ്ച് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പഴം ഇടാം. ഞാൻ ഒരു പഴമാണ് എടുത്തേക്കുന്നത്. ഒരുപാട് പഴം ഇടാത്തതാണ് നല്ലത്, കാരണം ഈ പഴത്തിൻ്റെ ടേസ്റ്റ് അധികമായിട്ട് നിൽക്കും. പിന്നെ ഞാൻ പാൽ ഉപയോഗിച്ചത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കട്ടിയാക്കിയ പാലാണ്. അല്ലാതെയും നമുക്ക് പാൽ യൂസ് ചെയ്യാം, ചൂടാക്കി തണുപ്പിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇട്ടത്. ഐസ് ക്യൂബ് പോലെ കിടക്കുന്നതെല്ലാം പാലാണ് കേട്ടോ. പിന്നെ കുറച്ച് തൈര് വിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് തേൻ യൂസ് ചെയ്യാം. പഞ്ചസാരയേക്കാളും ബെറ്റർ തേനാണ്, അപ്പോഴാണ് അത് ഹെൽത്തി ആകുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അടിച്ചെടുത്താൽ മാത്രം മതി, നമ്മളുടെ സ്മൂത്തി റെഡിയാവും. ഇനിയിപ്പോൾ ഓറഞ്ച് സ്മൂത്തി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എങ്ങാനും കഴിക്കുവാണെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കയ്പ്പ് കാര്യങ്ങളൊന്നും വരില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര യൂസ് ചെയ്യാറേ ഇല്ല. ചിലർക്കൊക്കെ ആണെങ്കിൽ മധുരം ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് പഞ്ചസാര യൂസ് ചെയ്യാം, മിൽക്ക് മെയ്ഡ് ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഹെൽത്തി എന്ന് പറഞ്ഞാൽ തേൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് അത് ഒഴിച്ചു മാറ്റാം. അപ്പോൾ സ്മൂത്തി റെഡിയായി ഗൈസ്. ഇനിയിപ്പോൾ ഒരു ഭംഗിക്കും ടേസ്റ്റിനും എല്ലാം കൂടെ ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ചോക്ലേറ്റ്സും എല്ലാം ഞാൻ മേളിൽ വിതറുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇനി ഒരുക്കും. നമ്മൾ കഫറ്റേരിയ എന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു ഭംഗിക്കാണല്ലോ ഈ സ്മൂത്തിയൊക്കെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓറഞ്ചിൻ്റെ ഒരു ഇതൊക്കെ എടുത്ത് വെച്ച് ഒന്നുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്മൂത്തി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഏത് സ്മൂത്തിയാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.